റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ പലേപ്പറമ്പ് പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കുന്നിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും ഇടിച്ചു നിരത്തിയ നിലയിലാണ്. മണ്ണിടിച്ചിൽ തുടർന്നാൽ വടക്കുംപുറം ചേനാടൻ കുളമ്പ് പ്രദേശത്തെ വീടുകൾ തകരും. 40-ൽ കൂടുതൽ വീടുകൾ ഇപ്പോൾ ഭീഷണിയിലാണ്. പഞ്ചായത്തിൽ നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി തേടാതെയാണ് കുന്നിടിച്ചതെന്ന് പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പഞ്ചായത്തു നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും ഇതിന് യാതൊരു അനുമതി ഉണ്ടായില്ല. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോറി കരിങ്കല്ല് അടിക്കാനുള്ള ആവശ്യത്തിലേക്ക് കോറി നടക്കുന്നുണ്ടെന്ന് പരാതി വന്നതിന് ശേഷം അത് പോലീസുമായി ബന്ധപ്പെട്ട് ഇതനുസരിച്ച് അത് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം ഇവിടെ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരറിവുമില്ല. ഇപ്പോൾ ഈ മഴ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലുണ്ടായ മഴയിലാണ് ഇത്തരത്തിലുള്ളൊരു വിള്ളലുകൾ വന്ന് ഒരുപാട് മണ്ണ് താഴോട്ട് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വിള്ളൽ വന്ന ഇത് പെട്ടെന്ന് നല്ലൊരു മഴ പെയ്താൽ ഒന്നിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതേ താമസക്കാർക്കൊക്കെ വല്ല ബുദ്ധിമുട്ട്, വീടുകൾക്കൊക്കെ അപകടം സംഭവിക്കും. സോളാർകൃഷ്ണയുണ്ട്. സോളാർകൃഷ്ണ, ഒരനുമതിയും വാങ്ങാതെയാണോ ഈ പ്രദേശത്ത് മണ്ണിടിച്ച് നിരത്തിയത്? ഇപ്പോൾ അവിടെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ വിള്ളൽ എത്രത്തോളം ആഘാതമുണ്ടാക്കും ഇനി ഇത് തുടരുകയാണെങ്കിൽ? വലിയ ഒരു പ്രദേശം മുഴുവൻ ഈ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി താഴേക്ക് പതിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ? എത്രമാത്രം സുരക്ഷിതമാണ് ഇവിടം ഇപ്പോൾ? സോളാർകൃഷ്ണ. അരുൺകുമാർ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. 40-ൽ കൂടുതൽ കുടുംബങ്ങൾക്ക് ഭീഷണിയായിട്ടാണ് ആ കുന്നിൻ മുകളിലെ മൺകൂനകൾ ഉള്ളത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയണം. ജിയോളജി വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ അനുമതി എടുക്കാതെയാണ് ആ കുന്നിടിച്ചിട്ടുള്ളത് എന്നുള്ളത് പഞ്ചായത്ത് ഭാരവാഹികൾ നമ്മളോട് പ്രതികരിച്ച സമയത്ത് വ്യക്തമാക്കിയതാണ്. ഏത് നിമിഷവും ആ വിള്ളൽ കണ്ടാൽ നമുക്കറിയാം അതിൻ്റെ അടിയിലേക്ക് വലിയ വലിയ വിള്ളലുകളാണ്. പുതിയ വിള്ളൽ ഇന്നലെ രാത്രിയോട് കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. മഴ കനത്ത് കഴിഞ്ഞാൽ ആ വിള്ളലിന്റെ ഉള്ളിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങി ഏത് നിമിഷവും ആ 200 മീറ്ററിൽ കൂടുതൽ നീളമുള്ള രീതിയിൽ ആ മൺകൂനകൾ അടിയിലേക്ക് പതിക്കും. ഏകദേശം 40-ൽ കൂടുതൽ വീടുകൾ ആ പ്രദേശത്ത് ചേനാടൻ കുളമ്പ് അതോടൊപ്പം വടക്കുംപുറം ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. വലിയ തോതിൽ ആ മണ്ണിടിഞ്ഞാൽ പ്രദേശത്തെ മരവും മറ്റ് പാറക്കഷ്ണങ്ങളും ഉൾപ്പെടെ ഒഴുകിയെത്തി ആ വീടുകൾ തകരും. കുടുംബങ്ങൾക്ക് വലിയ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ ജിയോളജി വകുപ്പ് ആ സ്ഥലം ഉടമയോട് നിർദ്ദേശിച്ചതാണ്. വിള്ളൽ കണ്ട ഭാഗത്ത് ടാർപ്പായ പോലുള്ള ഷീറ്റുകൾ വിരിച്ച് അതിനടിയിലേക്ക് വെള്ളം ഇറങ്ങാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് ജിയോളജി വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ആ സ്ഥലം ഉടമ തയ്യാറായിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. അവിടെയുള്ള ജനങ്ങളെയും ജിയോളജി വകുപ്പിനെയും പഞ്ചായത്തിനെയും കണ്ണിൽ പൊടിയിടാൻ 4 ഷീറ്റ് കൊണ്ടുവന്ന് അവിടെ വിരിച്ചു എന്നല്ലാതെ ശാശ്വതമായ രീതിയിൽ അവിടെ ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്നലെ നമ്മൾ ആ സ്ഥലത്തെത്തി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും വലിയ വിള്ളലുകൾ കണ്ടതാണ്. ഇന്നലെ രാത്രിയോടുകൂടി മഴ കനത്തപ്പോൾ മണ്ണിടിയുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ന് ആ കുടുംബങ്ങളിലെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ഏത് നിമിഷവും ആ മണ്ണിടിയാൻ പാകത്തിലാണ് നിൽപ്പ്. ഇന്നലെ രാത്രി അവിടെയുള്ള ആ താഴത്തുള്ള പരിസര പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ അന്തിയുറങ്ങാൻ പേടിയായതുകൊണ്ട് ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്തെ ആളുകൾ പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം 40-ൽ കൂടുതൽ വീടുകൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ മലയുടെ മുകളിൽ നിന്ന് നമ്മളുടെ ക്യാമറാമാൻ ഷെഫീഖ് അർലായി ഉൾപ്പെടെ പകർത്തിയ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കാരണം താഴെ ഒരുപാട് വീടുകൾ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ആ മുകളിൽ നിന്ന് ദൃശ്യമാകും. ആ വെള്ളം അതിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ പിന്നെ അത് പൊട്ടി അങ്ങോട്ട് നമ്മൾ വയനാട് എങ്ങനെയാണോ കണ്ടത്, പാണക്കാട് എങ്ങനെയാണോ കണ്ടത്, സമാന രീതിയിൽ വലിയ ആ കുന്നും ആ മലയും എല്ലാം തന്നെ പൊട്ടി അതോടൊപ്പമുള്ള പരിസര പ്രദേശത്തുള്ള മരങ്ങളും ഉൾപ്പെടെ കടമുഴകി അടിയിലെ വീടുകളിലേക്ക് ജനവാസ മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. പഞ്ചായത്തിന്റെയോ ജിയോളജി വകുപ്പിന്റെയോ യാതൊരു പെർമിഷനും വാങ്ങാതെ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ആ കുന്നിടിച്ച് നിരത്തിയത് എന്നാണ് ആ പഞ്ചായത്ത് ഭാരവാഹികൾ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരം അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായ ഒരു ഇടപെടൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇടപെട്ടിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ആ പ്രദേശത്തെ ജനങ്ങളും പറഞ്ഞു വെക്കുന്നത്. അനുമതിയും ആവശ്യമില്ല, ഒരു അംഗീകാരവും ആവശ്യമില്ല, ഒരു ലൈസൻസും ആവശ്യമില്ല. കുന്നുകൾ ഇടിച്ച് ഇങ്ങനെ നിർബാധം തുടരുകയാണ്. എന്നിട്ട് വെള്ളപ്പൊക്കമെന്നും മണ്ണിടിച്ചിലെന്നും പറഞ്ഞ് നമ്മൾ കരയാനും ഇരിക്കുന്നു.
ഇതൊക്കെ കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയവർ ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്നത് വെറുതെയല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമല്ലോ. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്കിനി എത്ര ജീവനുകളെ ഈ മഴക്കെടുതിയിൽ കുരുതി കുടിക്കേണ്ടി വരും? പ്രേക്ഷകർ ഓർമ്മിച്ചോളൂ.